അങ്ങനെ കുറച്ച് നാളത്തെ ദുരിതത്തിന് ശേഷം നമ്മുടെ നാഷണൽ ഹൈവേയുടെ റോഡ്, അതായത് പാലിയേക്കര മുതൽ കൊച്ചി വരെയുള്ള റോഡ് ഏകദേശം റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നു എന്ന് പറയാം. പല മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീണ്ടും ഇന്നൊരു കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യയാണ്. നമ്മുടെ കാർലറ്റിൻ്റെ 4 ടീമുണ്ട്, നമ്മുടെ അഭിലാഷിക്കുണ്ട്, നമ്മുടെ ബാക്കിൽ നമ്മുടെ സ്വന്തം ചക്കരമുത്തായിട്ടുള്ള കുട്ടി കിടക്കുന്നു, പിന്നെ നമ്മുടെ HR പ്രോ ആയിട്ടുള്ള സാബി കിടക്കുന്നു. അങ്ങനെ നാലാളെ ഇറങ്ങിയിട്ടുള്ള ടീമാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. കാർലറ്റിൻ്റെ അല്ലെങ്കിൽ ട്രൂ ചോയ്സിൻ്റെ ഇതുവരെയുള്ള പിന്നെ ചരിത്രങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അതിന് മുമ്പ് ഞാൻ സംഭവം കാണിച്ചു തരാം. നമ്മൾ ട്രാഫിക്കിലൊക്കെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ആട്ടോ, ട്രാഫിക് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ് വലത്തെ സൈഡ് മാത്രം നോക്കും. ഇപ്പോൾ ഇടത്തെ സൈഡ് ഇവിടെ റോഡ് ഇത്രയും ഫ്രീ ആണ്, ഇതിലെ വണ്ടികൾക്ക് ശരിക്കും പോകാം, ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ആളുകൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ വലത്തെ സൈഡ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ആളുകൾ വണ്ടി പിടിക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ വലത്തെ സൈഡാണ് ഡ്രൈവർമാരിരിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും വലത്തെ സൈഡ് കൂടി മാത്രം ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതാണ്. നിങ്ങൾ ബസ് ഡ്രൈവർമാരെ ശ്രദ്ധിച്ചാൽ മതി. ബസ് പോകുമ്പോൾ എപ്പോഴും ബസ് മാക്സിമം ഇടത്തെ സൈഡിൽ കൂടിയാണ് കയറാൻ നോക്കുക. അതായത് ഒരു ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡ് പക്ക ഫ്രീ ആക്കരം, അത് ചിലപ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധപ്പെടില്ല. അപ്പോൾ നിങ്ങൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാഫിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഈ വലത്തേക്ക് ഇങ്ങനെ തലട്ട് നോക്കണമെങ്കിൽ പകരം ചെയ്യുക ഇടത്തു കൂടി നിട്ട് നോക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകും വലിയൊരു വഴി പോകാനുള്ള. അപ്പോൾ ഇനിവേ കൊച്ചി പോകണ്ടേ? ഇന്നെന്തിനാ കൊച്ചി പോണത്? അവിടുത്തെ കുറേ സംഭവങ്ങൾ, അവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ പരിചയപ്പെടാത്ത ഓരോരുത്തരും ഓരോ വ്യക്തികൾ, ഇതിപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എവിടെ പോകണമെങ്കിലും ഏത് ക്യാമറ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ആളാണ് ബാക്കിലിരിക്കുന്ന വിജയല്ല, കുട്ടു. വിജയ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി, അത്ര സ്റ്റാൻഡേർഡ് കുട്ടു. ആർക്കും അറിയില്ല. അതെ, വിജയ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. എല്ലാവരും ആ ഒരു വിജയ്, ആ പേരിനൊക്കെ വലിയൊരു സംഭവം അല്ലേ? കാരണം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് വിജയ് എന്നൊക്കെ. അപ്പൊ ആ ലെവലിക്ക് കമ്പാരിസൺ പോകും. പക്ഷെ ഞങ്ങളെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാർലറ്റിന്റെ മുഖ്യമന്ത്രി, കാർലറ്റിന്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആളാണ് വിജയ്. അപ്പൊ ഞങ്ങൾ ഓഫീസിലൊക്കെ വിജയ് സാർ എന്ന് വിളിക്കാം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടുമായി. അപ്പൊ ഇനി കുട്ടുവിന്റെ കുറെ കഥകൾ പറയാനുണ്ട്. കുട്ടു എങ്ങനെ ഞങ്ങൾ കാർലറ്റ് ഫാമിലിയിൽ ജോയിൻ ചെയ്തു എന്നുള്ള കുറെ കഥകൾ പറഞ്ഞു തരാനുണ്ട്. അത് അടുത്ത എപ്പിസോഡ് അതൊക്കെ ഈ എപ്പിസോഡ് തന്നെ. ആ ഒരു വിഷയ്ക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. വേറെ അനുഭവം. എന്താണ് അനുഭവം എന്നാ പറഞ്ഞോളിക്കോ. കുട്ടു എങ്ങനെയാണ് കാർലറ്റിന്റെ ക്യാമറ പിടിച്ചു തുടങ്ങിയത്, പിന്നെ കുട്ടു എങ്ങനെ നമ്മുടെ കാർലറ്റിന്റെ ക്യാമറമാനായിട്ട് മെയിൻ കുട്ടിയുടെ പേര് പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരെ കുട്ടിന്റെ അച്ഛനാണ്. മൂപ്പര് കറക്റ്റ് എപ്പോ നോക്കി കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ട് നമ്മളൊരു വൈബാണ്. ബ്രോ വൈബാണ് അച്ഛന്. അത് ഇവര് വൈബാണ് കുട്ടിന്റെ അച്ഛൻ. കുട്ടുവിന്റെ അച്ഛനൊക്കെ ആ ഒരു വൈബിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഒരു ദിവസം ഉണ്ട് എന്റെ അടുത്ത് കുട്ടുവിന്റെ അച്ഛന്റെ നമ്മളെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, എടാ അനീസേ, നമ്മളെ ചെറിയ ചെറുക്കുണ്ട്, ഓൻ എന്തെങ്കിലുമൊക്കെ ജോലി വേണം. ആ ചെക്കൻ ബാംഗ്ലൂർക്കൊക്കെ പോകാൻ നോക്കണം. പോലെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതിനും പറ്റി എന്തെങ്കിലുമൊക്കെ ഇവിടെ വണ്ടി തുടക്കണ പണിയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഒന്ന് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഓനോടൊന്ന് വരാൻ പറയും, എന്നിട്ട് നമുക്ക് വന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ വന്നപ്പോൾ ആശാനോട് ചോദിച്ചു എന്താ പരിപാടി, എന്താ വാരുന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോകാൻ പെട്ടിയും കടിക്കൊക്കെ പായി നിൽക്കണേക്ക് എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ആകെ ഒരു വിലങ്ങതടിയുള്ളത് അച്ഛനാ. അച്ഛൻ സമ്മതിക്കണില്ല. അങ്ങനെ സംസാരിച്ചു. ഞാൻ ഓൻ്റെ എന്താ എൻ്റെ ക്രേസ് എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, പോയി. ആള് പോയി. പിന്നെ ഇപ്പം വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞോ, ഇവിടെ ഫുൾ ഇംഗ്ലീഷാണ്. ട്രൂ ചോയ്സ് ഫുൾ ഇംഗ്ലീഷാണ്. എന്നെ കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇറങ്ങണം. വീണ്ടും അച്ഛൻ്റെ എൻട്രി, ഇവിടെ എന്താ ഇംഗ്ലീഷാ വരുന്നത്. അച്ഛൻ വീണ്ടും വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ ഇംഗ്ലീഷാ വരുന്നത്, ഇവിടെ എന്താ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഫുൾ ഇംഗ്ലീഷാണ് പറഞ്ഞു. ഞാൻ പറയും നിങ്ങളൊന്നും നോക്കണം, അവരുടെ നാളെ വരാൻ പറയും, ബാക്കി നമുക്ക് വെച്ചുണ്ടാക്കാറുണ്ട്. അങ്ങനെ പണ്ട് നമ്മൾ സ്കൂൾക്ക് 1ാം ക്ലാസ്സൊക്കെ പോകുമ്പോണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ബാഗും കൊടുക്കാനും തലക്കനൊക്കെ കൊടുത്താട്ട് വരവ്. അതേ ഒരു എൻട്രിയിൽ കുട്ടുണ്ടായി. പിറ്റേ ദിവസം അച്ഛൻ്റെ കയ്യും പിടിച്ചിങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഒരു വീഡിയോഗ്രാഫി ഫീൽഡ് കൊണ്ടുപോയിട്ട് ആശാനങ്ങ് ഇരുത്തി. പിന്നെ ഒന്ന് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഫവാസായിരുന്നു. മൊത്തം മാനേജറായിട്ടുള്ള ഫവാസായിരുന്നു. ഫവാസുവിനൊപ്പം ഇരുന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുത്ത് സെറ്റാക്കി. പിന്നെ ഫവാസ് പോയി. ഫവാസിന്റെ മേലെ കയറി അത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ വന്നൊന്നും ഇത്ര വലിയൊരു സംഭവമായിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും 2 ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടാൻ അറിയും, ഒരു ചെറിയൊരു പാട്ട് എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വയ്ക്കും എന്നുള്ളൊരു കഴിവ് മാത്രമേ ഉള്ളായിരുന്നു അന്ന്. പിന്നെ നമ്മളെന്ത് ചെയ്തു,
പഠിപ്പിച്ച് ചെറുക്കനെ ഡെവലപ്പ് ആക്കി എടുത്ത് ഇപ്പൊ കണ്ടോ, അന്ന് മീശ പോലും മുളക്കാത്ത ചെക്കനായിരുന്നു, ഇപ്പൊ മീശൊക്കെ മുളച്ച് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഇങ്ങനെ നോക്കാൻ പോലും പേടിയുള്ള ഒരാളായിരുന്നു. അത് അപ്പൊ മുഖത്ത് നോക്കലില്ല, അത് ശരിയാ, കറക്റ്റ് ആവും പറഞ്ഞ. അപ്പൊ അതിലേക്ക് വേറൊരു കാര്യങ്ങൾ കുട്ടൻ പറയുമ്പോൾ ഓർമ്മ വരും. എന്താ കുട്ടൻ പറയുന്നത് വെച്ചാൽ നമ്മളെ യാർഡ് വലുതാക്കിയ ടൈമിൽ നമ്മളെ യാർഡിന്റെ ലൈസൻസോ കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിട്ട് മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ സാധനം ഉണ്ടല്ലോ, ആ സാധനം കൊടുന്നു. ഈ സാധനം കൊടുക്കുന്ന ടൈമില് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാ, എന്താണ് ചെയ്യുന്ന ആർക്കും അറിയില്ല, ഒരു മനുഷ്യക്കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടുവാണ് ഞങ്ങൾ ഇതിൽ ആകെ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച ആള്, ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് കുട്ടു. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ഫയർ ആൻഡ് സേഫ്റ്റി കുട്ടുണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ കുട്ടുവിന് അറിയാലോ. കുട്ടുവാ വാ, ഇതെങ്ങനെ ശരിയാക്കി, ഇതെങ്ങനെ റെഡിയാക്കി പറഞ്ഞു. കുട്ടുരാ ഇതെന്താ സാധനം എന്താ തന്നെ കുട്ടൂര് അറിയില്ല. ആ ഓനാണെന്നില്ല. അപ്പൊ ഓന്റെ ലക്ഷ്യം ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ബാംഗ്ലൂർ അല്ലേ, ബാംഗ്ലൂർ വേറെ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടാണ് ആള് പോകാൻ നിന്നതിന്. പക്ഷെ ലോക്കായി. അതുകൊണ്ട് നല്ലൊരു എന്താണ് ഇപ്പോ നല്ലൊരു പൊസിഷനിലേക്ക് എത്തി, നാലാൾ അറിയപ്പെടുന്ന ഒരാളായി മാറി. ഇനിയിപ്പോ ഏതായാലും കല്യാണമൊക്കെ നോക്കുന്നുണ്ട് ചെറുക്കന്റെ. മോളില് 2 വലങ്ങുതടി 2 വലങ്ങുതടി ഉണ്ട്. പക്ഷെ ഓൾത് പെട്ടെന്ന് കുട്ടി എന്തെങ്കിലും സെറ്റാക്കി റെഡി ആയിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടുവിനാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുട്ടുവിന്റെ വിശേഷങ്ങൾ. കുട്ടു ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്ത വിശേഷങ്ങൾ. അഭിലാഷിന്റെ വിശേഷം ഉണ്ട്. അഭിലാഷ് പിന്നെന്താ, അഭിലാഷ് ബ്രോ പെരുന്തൽമണ്ണ മാത്സില് എത്ര വർഷം നിന്നു? 3 വർഷം നിന്നു. അങ്ങനെ 3 വർഷം മാത്സിൽ നിന്ന് അവിടുന്ന് പിന്നെ 3 വർഷമല്ല 5 വർഷം നിന്നില്ല, 5 വർഷം നിന്നു. 5 വർഷത്തിന് ശേഷമാണ് ചെരുപ്പ് ഫീൽഡിലുള്ള ആള് വാഹന ഫീൽഡിലേക്ക് എത്തി. അങ്ങനെ എക്സിക്യൂട്ടീവ് ആയിട്ട് വന്ന് പിന്നെ അങ്ങനെ പെട്ടപ്പെട്ട് കയറി ആള് നല്ല ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ മേഖലയിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി. എന്നെ ഫസ്റ്റ് എടുത്തതെന്ന് വെച്ചാല്, ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് സിയാസിനാണ്. സിയാസിനെ വിളിച്ചപ്പോ സിയാസിനോട് സ്റ്റാഫില്ല, നമ്മളെ മക്കളാണ് സിയാസ്. ഞങ്ങളെ പ്രത്യേകത സിയാസ് എന്ന് പറഞ്ഞ വണ്ടി ഞങ്ങൾക്ക് സിയാസ് സ്റ്റാഫ് ഉണ്ട്. സിയാസിനെ വിളിച്ചത്. സിയാസിനെ വിളിച്ച ടൈമിൽ സിയാസ് നമുക്കുണ്ടല്ലോ, ഞാൻ നിസ്കാൻ അറിയുന്ന ആളാണ്. നമ്മൾ ചോദിച്ചപ്പോ അപ്പൊ എന്നോട് ചോദിച്ചോ നമുക്ക് വല്ലതും അറിയോ? അപ്പൊ പറഞ്ഞു സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ആ ലെവലിലാണ് നിങ്ങളുടെ നമ്പർ ഇവിടെ കയറുന്നത്. അപ്പൊ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത ടൈമിലും പിന്നെ സാധനം ഇന്റർവ്യൂ കഴിഞ്ഞു പോയി, പിന്നെ വിളി കാര്യങ്ങളില്ല. അപ്പൊ ഞാൻ ലൈവിൽ ഇങ്ങനെ ഒഴിവാക്കിയിരുന്നു. പിന്നെ നിങ്ങളൊരു ഇതില് നാളെ ജോയിൻ ചെയ്യില്ലെന്ന് വെച്ചിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കണതും ഇവിടെ കയറുന്നതും പിന്നെ ഒക്കെ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങനെയാണ് കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയി. അപ്പൊ അതാണ് ഈ 2 ആൾക്കാരുടെ ചരിത്രം. പിന്നെ ബാക്കിലിരിക്കുന്ന മുതലുണ്ടല്ലോ സാബിക്ക് വേണ്ടല്ലോ, കാണുന്ന മാതിരില്ല, സാധനം വാന വളഞ്ഞ വിത്താണ്. ഇത് എങ്ങനെയാണ് ഈ വൈബ്, ഒരേ വൈബുള്ള ആൾക്കാരാണ് ഈ ടീമിക്ക് ഒരേ വൈബുള്ള ആൾക്കാരാണ്. വന്ന ടൈമിൽ ഇത്ര സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നമുക്ക് കുറവില്ല, സ്റ്റാൻഡേർഡ് ഒക്കെ പക്കയാണ്. അല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മളെ ഇതുണ്ടല്ലോ, ആളൊരു നമ്മൾ പ്രൊഫഷണലാണ്. പക്ഷെ വെച്ചാൽ നമ്മള് ടീമിന് ഇണങ്ങുമോ, ഒരു ടീം അറ്റാച്ച്മെന്റ്. അതായത് ഇത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിനൊരു റിസൾട്ട് വേറെ തന്നെയാണ്. ഇൻഡിവിജ്വൽ വർക്കിങ്ങും ടീം വർക്കിങ്ങും വേറെയാണ്. അപ്പോൾ ഒരു ടീമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ടീമിനായിട്ട് അറ്റാച്ച് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കോമ്പണൻസ് അതിനകത്തേക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ അയാളെ ആറ്റിറ്റ്യൂഡ്, അയാളെ മറ്റുള്ള മിംഗ്ലിങ്, കമ്മ്യൂണിക്കേഷന്, ഇതൊക്കെ കറക്റ്റ് ആയാലും ആ ടീമിൽ എന്താവുള്ളൂ, ആള് സെറ്റായി വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ HR ബ്രോ ആയിട്ടുള്ള സാബിക്ക്. ആള് HR ആണെങ്കിൽ പോലും ആള് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാവരേറ്റും ഒരേപോലെ മിംഗിളായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേറ്റ് കറക്റ്റ് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാള്. പിന്നെ ആളെ പറ്റി കൂടുതൽ വർണ്ണിക്കാനായിട്ട് ഞാൻ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഇനി കൂടുതൽ ഓരോ യാത്രകളിലൊക്കെ നമ്മളെ കൂടെ അങ്ങനെ കൂടുമ്പോൾ യഥാർത്ഥ തനി സ്വഭാവം ഒരാളെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ കൂടെ യാത്ര ചെയ്താൽ മതി. 2 യാത്ര ഞാൻ ഓൻ്റെ ഒപ്പം പോയിട്ടുള്ളൂ. അപ്പൊ നാളെ ഏത് വൈബാന്നല്ല മനസ്സിലായി. ഇതിപ്പോ സെക്കൻഡ് യാത്രയാണ്, ഇതിലും ഏകദേശമൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ കൂടുതൽ അടുത്തൊരു വയനാട് ട്രിപ്പ്, ഞങ്ങൾ മറ്റന്നാൾ വയനാട് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ആ വയനാട് ട്രിപ്പിൽ എന്താവും ഒക്കെ തീരുമാനം. ആ വയനാട് ട്രിപ്പ് ഞങ്ങൾ വേറെ ബ്ലോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.